ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായെ ഒക്കെ നാം ഓർക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യുന്നു. വാത്സല്യ മക്കളെ മലാഖമാർ പോലും ദർശിക്കുവാൻ വിറയ്ക്കുന്നതായ സ്വർഗീയ രഹസ്യങ്ങളുടെ പരികർമ്മങ്ങൾ എഴുന്നേറ്റുന്നു. സ്വർഗീയ രഹസ്യങ്ങളുടെ പരികർമ്മികളായി തീരുവാൻ തക്കവണ്ണമാണ് ദൈവം ഇന്ന് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇതാരും സ്വയമേവ എടുക്കുന്നതല്ല. അഹ്റോനെ പോലെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നവനല്ലാതെ എല്ലാവരും ആ സ്ഥാനത്തേക്ക് വരുന്നില്ല. കർത്താവ് അത്രമേൽ വിശ്വസ്തത നിങ്ങളുടെ മേൽ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നാം ഭൗമികമായി ചിന്തിക്കുമ്പോൾ വിശ്വാസവഞ്ചന ചെയ്യുന്നവരെ ആ ജീവനാന്തം നാം വെറുക്കുകയാണ് മാനുഷികമായി നാം ചെയ്യാറുള്ളത്. അപ്പോൾ ദൈവം വിശ്വസിച്ച് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ നാം ഒരിക്കലും വഞ്ചകരായിരിക്കരുത്. ഞാൻ ഈ ശുശ്രൂഷ പറഞ്ഞേൽക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ചായൻ അവരിൽ നിന്ന് പ്രാപിച്ച പാകിസ്ഥാനായ പട്ടശ്ശേരിൽ ശ്രീബാക്കോറബിസ്കോപ്പാച്ചന്റെ അടുക്കൽ ഞാൻ പട്ടമേക്കുന്ന വിവരം പറയാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് ഇപ്രകാരം പറഞ്ഞു, മോനെ, priesthood is not a profession, it is a way of life. പൗരോഹിത്യം എന്നുള്ളൊരു ജോലിയല്ല, വസ്തുത അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിയാണ്. വാത്സല്യ മക്കൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും ഈ ചിന്ത മനസ്സിൽ കുടിയിരുത്തണം. പൗരോഹിത്യം ഒരിക്കലും ഒരു ജോലിയെ ആയിത്തീരും. ജോലിക്ക് കുഴപ്പം എന്താന്ന് വെച്ചാല് നമുക്ക് അതിന്റെ ഭാരമൊക്കെ വരുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും ജോലിയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അതിന്റെ കെട്ടണതിന്റെ കുറവ് വരുമ്പോൾ, കൂലിയുടെ കുറവ് വരുമ്പോൾ നമുക്ക് ആ ജോലിയോട് ഒരു വിരസത തോന്നും. എന്നാൽ പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നാം ഉൾക്കൊണ്ടിരിക്കേണ്ടത് നിന്റെ കർത്താവായ യേശു എനിക്ക് നൽകിയ വഴിയാണ്. ഈ മാർഗത്തിൽ കൂടെ ഞാൻ വിശ്വസ്തയോടെ വഞ്ചകനാകാതെ ചരിക്കണം. വാത്സല്യ മക്കളെ, തികച്ചും യാന്ത്രികമായിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നാം നിയോഗിക്കപ്പെടുന്നത്. അതായത് എല്ലാം ഇങ്ങനെ മെക്കനൈസേഷൻ, അതുപോലെ തന്നെ യാന്ത്രികമായിരിക്കുന്ന ഒരു ലോകം, ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഒരവസ്ഥ. അപ്പോഴും വിശുദ്ധപിതാക്കന്മാർ ക്രമപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളുമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നിവർത്തിക്കുവാൻ നിങ്ങൾ മടി വിചാരിക്കുകയോ അലസരായിരിക്കുകയോ ചെയ്യാതെ പൂർണ്ണമായിട്ട് അതിൽ താല്പര്യമുള്ളവരായി വർത്തിക്കണം. കുടുംബം ദൈവം നിങ്ങൾക്ക് കൃപയാണ് നൽകിയിരിക്കുന്ന കുടുംബം, അവരെയും എനിക്ക് അനുസ്മരിപ്പിക്കുവാനായിട്ടുള്ളത്. ഒരു ശുശ്രൂഷയിൽ അവർ പൂർണ്ണ പിന്തുണ നൽകുന്നവരായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ചെയ്തിരിക്കുമ്പോഴായിരിക്കും പള്ളിയിൽ എന്തെങ്കിലും ആവശ്യം വരും. അച്ഛന് പോകാതിരിക്കാൻ പറ്റും. അപ്പോൾ അന്നേരം അച്ഛൻ തിരിച്ചു വരുമ്പോൾ തൊണ്ണൂറും കാണിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ
അച്ഛനും മാന്യമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അച്ഛൻ്റെ സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണ്. അതും ഒരു പൂർണ്ണമായിരിക്കുന്ന സമർപ്പണത്തിൻ്റെ സ്ഥാനമാണ്. വലിയ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനമാണ്. ബസ്കിയാമ്മ എന്ന് പേർ ചൊല്ലി വിളിച്ച് വേർതിരിക്കപ്പെടുമ്പോൾ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട വൈദികർക്ക് പൂർണ്ണമായിട്ടുള്ള ആ പിന്തുണയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ബസ്കിയാമ്മമാരുടെ കടമയാണ്. ഇപ്പോൾ വാത്സല്യ മക്കളെ, ഈ അവസരത്തിൽ നാം നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്തെന്നാൽ, നാം ശപിക്കുന്ന സകലത്തെ നിങ്ങൾ ശപിക്കുകയും നാം അന്യമാക്കുന്ന സകലത്തെ നിങ്ങൾ അന്യമാക്കുകയും ചെയ്യണം. നാം കൈക്കൊള്ളുന്ന സകലത്തെ നിങ്ങളും കൈക്കൊള്ളണം. നാം വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങളും വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന പ്രകാരം നിങ്ങളും ഏറ്റുപറയുകയും ചെയ്യണം. ഇപ്പോൾ വാത്സല്യ മക്കളെ, ഈ കടലാസിന് നിങ്ങൾ ശ്ലീബ അടയാളം വരപ്പില്ല. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതും ഈ ശുശ്രൂഷയുടെ ആദ്യപടി മുതൽ നിങ്ങൾ വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും തക്കവണ്ണം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതുമായ ആ സകല വസ്തുതകൾക്കും യാതൊരു വ്യത്യാസം നിങ്ങൾ വരുത്തുകയും ഇല്ല എന്നുള്ളതിന് ഇത് ദൈവത്തിന് മുമ്പാകെയും എൻ്റെ മലാഖമാരുടെ മുമ്പാകെയും കർത്താവിൻ്റെ പരിശുദ്ധ ത്രോണോസിൻ്റെ മുമ്പാകെയും ഹാജരായിരിക്കുന്ന ഈ സഭയുടെ മുമ്പാകെയും നിങ്ങളുടെ മേൽ സാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ നാം നിങ്ങളും മുഖപ്രസന്നതയോടുകൂടി നിൽക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ ഒരിക്കൽ കൂടെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന സത്യാവസ്ഥകളെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. നമ്മുടെ വചനത്തിന് നീ വ്യത്യാസം വരുത്തുകയും കൽപ്പനയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം വിധിയുടെ നാളിൽ ദൈവം നമ്മുടെ മധ്യയെ വിധിക്കട്ടെ. ഈ കൽപ്പനയിൽ നാം മധ്യസ്ഥനാകൊണ്ടും അത്യുന്നതമായ ഈ സ്ഥാനത്തിലേക്ക് നാം നിന്നെ അടുപ്പിച്ചിരിക്കുന്നത് കൊണ്ടും പരിശുദ്ധ റൂഹ നിന്റെ മേൽ ഇറങ്ങുവാനായി ഇപ്പോൾ നാം എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. ഇപ്പോൾ നമ്മുടെ മക്കളെ, നാം നിങ്ങളോട് ആജ്ഞാപിച്ചത് കൂടാതെ ദൈവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ന്യായമായിരിക്കുന്ന പ്രകാരം ഭയന്നും വിറച്ചും കൊണ്ട് പ്രവേശിക്കണം. നിഗളത്തോടും വഴക്കോടും അസൂയോടും വഞ്ചനയോടും ശത്രുതയോടും ദൂഷണങ്ങളോടും കൂടെ പ്രവേശിക്കരുത്. ദൈവത്തെ കോപിപ്പിക്കാതെ സൂക്ഷിച്ചു കൊള്ളണം. വെടിപ്പോഴും വിശുദ്ധിയോടും താഴ്മയോടും വിചാരത്തിന്റെയും മനസ്സിന്റെയും സമാധാനത്തോടുകൂടെയും തലപ്പാവ് നീക്കി ഊറാറ ധരിച്ചുകൊണ്ടും
ദൈവത്തിന്റെ ആചാര്യന്മാർക്കും ശുശ്രൂഷകർക്കും യോഗ്യമായിരിക്കുന്ന പ്രകാരം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കണം. ന്യായമല്ലാത്ത യാതൊന്നും നിങ്ങളോടുകൂടെ പരിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കരുത്. പരിശുദ്ധ കുർബാന ഒഴിച്ച് യാതൊന്നും അവിടെ വെച്ച് ഭക്ഷിക്കുകയും വരുത്. നിഗളത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ദൈവത്തിന്റെ ആചാര്യന്മാർക്ക് യോഗ്യമല്ലാത്ത സകലത്തിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടി പോകണം. അറിവ് കൂടാതെ വിശ്വാസികളിൽ ഒരുവന്റെ മേൽ നിങ്ങൾ പ്രായശ്ചിത്തം നിശ്ചയിക്കരുത്. മുഖസ്തുതി കൂടാതെ വിധിക്കണം. കുർബാനയപ്പത്തെ ന്യായമായിരിക്കുന്ന പ്രകാരം അണയ്ക്കണം. കാസായം ന്യായമായിരിക്കുന്ന പ്രകാരം കലർത്തണം. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഭയത്തോടും കുലുക്കത്തോടും കൂടെ നിൽക്കണം. തിരശ്ശീല മുതലായ മദ്ബഹായുടെ അലങ്കാരങ്ങളിൽ യാതൊന്നും ഒരു വശത്തോട്ട് ചെരിഞ്ഞു കിടപ്പാൻ നിങ്ങൾ സമ്മതിക്കരുത്. എന്തെന്നാൽ അത് ശുശ്രൂഷയിൽ ഉദാസീനതയാകുന്നു. മിശിഹ നിങ്ങളുടെ യോഗ്യത പോലെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുവാനായി നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. സ്ഥലത്തെ എപ്പിസ്കോപ്പായുടെ കൽപ്പന കൂടാതെ താങ്കൾ ശുശ്രൂഷിക്കുന്ന മദ്ബഹായെ വിട്ടുപോയി മറ്റൊരു മദ്ബഹായെ ശുശ്രൂഷ നടത്തുവാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് അറിഞ്ഞുകൊള്ളണം. മദ്ബഹായുടെ സാമാനങ്ങൾ നിങ്ങൾ കുടയുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ അംശങ്ങൾ അതിന്മേൽ വീണുകിടന്നിട്ട് അത് നിലത്ത് വീഴാതെ സൂക്ഷിച്ചു കൊള്ളണം. അപ്രകാരം തന്നെ ബുക്സായുടെ അംശങ്ങളെയും കരുതി സൂക്ഷിച്ചു കൊള്ളേണ്ടതാകുന്നു. നിങ്ങളോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ആചരിക്കാത്ത പക്ഷം നമ്മുടെ കർത്താവായ യേശുമിശിഹായോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വചനങ്ങളെ നിങ്ങൾ ആചരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആചാര്യനും ശുശ്രൂഷകനുമായി നാം നിങ്ങളെ ഗണിക്കും. അനീതിയിൽ നിന്നും ശ്രദ്ധയിൽ നിന്നും നിങ്ങൾ രക്ഷപ്രാപിപ്പാനും ന്യായമാകുന്ന പ്രകാരം പരിപാകതയോടും വെടിപ്പോടും കൂടെ നിങ്ങളെ നടത്തുവാനും വിശ്വാസപൂർവ്വം നിങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ള താലന്തുകളെ പ്രവർത്തികളുടെ പരിശോധന നടത്തുന്ന നാളിൽ മുഖപ്രസാദത്തോടും സന്തോഷത്തോടും കൂടുതൽ ലാഭത്തോടും കൂടെ കൊണ്ടുപോകുവാൻ നിങ്ങൾ യോഗ്യരായി തീരുവാനും സകല കുറ്റങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്രാപിപ്പാനുമായി ഇപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആയത് സത്യപ്രകാശത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയാമിന്റെയും സകല ദിവ്യന്മാരുടെയും ശ്രീമന്മാരുടെയും സഹോദരന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമേൻ.